ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. ലിവിങ് ഓൺലി 50 rupees ഫോർ എ ഡേ. ഇന്നത്തെ ദിവസം നമ്മൾ 50 രൂപ കൊണ്ടിട്ടായിരിക്കും ജീവിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, വൈകിട്ടത്തെ സ്നാക്ക്, ഡിന്നർ 50 രൂപ വെച്ചിട്ടായിരിക്കും ജീവിക്കുന്നത്. അന്ന് നമ്മൾ 100 രൂപ വെച്ച് ചെയ്തില്ലേ, അതുപോലെ അത് വെട്ടിക്കുറച്ച് പകുതിയാക്കി 50 രൂപ. നമുക്ക് കാര്യം ചെയ്യേ, ഈ 50 രൂപ ചെലവാവണ്ട, നമുക്ക് എവിടെയെങ്കിലും നമ്മളെ ബന്ധുക്കളെ വീട്ടിൽ പറ്റി ചോറ് അത് നല്ലൊരു ഐഡിയ ആണ് അല്ലേ? അത് കൊള്ളാം. പിന്നെ അതുപോലെ വിളിക്കാത്ത കല്യാണത്തിന് പോവാ, ഇതൊക്കെ വയറ് നിറച്ച് അപ്പൊ കഴിക്കുകയും ചെയ്യാം. എന്നാ 10 പൈസയുടെ ചെലവില്ല. കളയാട്ട് മൂത്തമ്പഴ പോവാ, ഉച്ചക്ക് ഇളമ്പാട്ട് മൂത്തമ്പഴ പോവാ. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനായിട്ട് വണ്ടിക്ക് എണ്ണ അടിക്കണ്ടേ? ശരിയല്ലേ? പിന്നെ നടക്കൂ? അയ്യ, 50 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയാലോ? നമുക്കെന്നാ ഈ 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് മൂത്തമ്പഴോട, പിന്നെ ആയൂര്, ഇവിടെ കങ്ങപ്പാ ചലഞ്ച്. അത് പറ്റത്തില്ല. നമ്മൾ 50 രൂപ കൊണ്ട് നമ്മൾ സാധനങ്ങൾ മേടിച്ച് കഴിക്കുക. ഇതാണ് ചലഞ്ച്. ഇതിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല. റേഷൻ മേടിച്ചായിരുന്നു ഇപ്രാവശ്യത്താ? മേടിച്ച അതും മേടിച്ച അങ്ങനെയൊക്കെ ചെലവ് കുറഞ്ഞിട്ടുള്ള സംഭവം നമുക്ക് നോക്കണം. എന്തൊക്കെ സാധനങ്ങൾ മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം 2 മാഗി മേടിക്കുമ്പോൾ തന്നെ 30 രൂപയായി. അപ്പൊ നമുക്ക് 2 മാഗി ഒന്നും മേടിച്ച് കഴിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ 1 മാഗി മേടിക്കാം. എനിക്ക് സത്യത്തിൽ മാഗിയോട് വലിയ താല്പര്യമില്ല. നമുക്ക് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാം. ഈ 50 രൂപയ്ക്ക് പണ്ടൊക്കെ ഈ കടകളിൽ മാവ് തൂക്കി കൊടുക്കുമായിരുന്നു. ഇപ്പോഴും തൂക്കി കൊടുക്കും. മാവ് തൂക്കി കൊടുക്കൂ? പിന്നെ കൊടുക്കൂലേ? രാജേന്ദ്രാമന്റെ അവിടെ തൂക്കി കൊടുക്കും. ഉണ്ട്. ഗോതമ്പാവ് തൂക്കി കൊടുക്കുന്നുണ്ടോ? ഗോതമ്പാവ് തൂക്കി കൊടുക്കും. ഗോതമ്പാവ് മേടിക്കാം. വൈകുന്നേരം വരെ അതില്ല. ഇല്ലില്ല, പുട്ട് ഒഴുകാനായിരിക്കും. കുഴക്കട്ട ഉണ്ടാക്കാം, ആവി കുഴക്കട്ട ഉണ്ടാക്കാം. ശരി, എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അത് കുഴപ്പമില്ല. ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല. എനിക്ക് ഏതെങ്കിലും ഫുഡ് മതി. ഒരു ഉപ്പ് പിടിക്കണമെങ്കിൽ തന്നെ കൊടുക്കണം. ഈ ഉച്ചക്ക് എന്തോ കഴിക്കുന്ന ചോറുണ്ട്, ബിരിയാണി തികയൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഹാപ്പി ഉണ്ടോ? ഹാപ്പി അവൻ നോക്കുന്നുണ്ടോ? ഹാപ്പി എന്ന് പറഞ്ഞപ്പം നിനക്ക് ചിന്നുള്ള ഉണ്ട് ഇവിടെ. ഉണ്ടാ? ചലഞ്ചിലുണ്ടാ? അവനും ഉണ്ടെന്ന്. അപ്പൊ ഗൈസ്, നമുക്ക് എന്തായാലും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ലിസ്റ്റ് എഴുതാം എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കേണ്ടത് എന്നുള്ളത്. നമുക്ക് എന്തിനാണ് ആഗ്രഹം രാവിലെ കഴിക്കാൻ? ആഗ്രഹങ്ങൾ അങ്ങനെ ഇരിക്കുകയല്ലേ? 50 രൂപ വെച്ചിട്ട് അമ്മയുടെ ആഗ്രഹം എന്താണെന്ന്? 150 മാവ് തൂക്കി കൊടുക്കും. ഗോതമ്പ് കിട്ടുമെന്ന് നോക്കാം. പൊടി ഗോതമ്പല്ല, ഗോതമ്പ് പൊടി എന്നടേ 150 ഗ്രാം. ഇത് ഇല്ലെങ്കിൽ എന്തിനു മേടിക്കും? മാഗിയിലോട്ട് പോവാം. ഒരു മാഗി മേടിക്കാം. ഒരു മാഗി മേടിച്ച് നമുക്ക് 2 പേർ കൂടെ കഴിക്കാം. 12 രൂപ. 12 അല്ല 15 ഇപ്പൊ മാഗി. 15 ആണോ? 15 അല്ലേ? ഉച്ച ഭക്ഷണം. ഞാൻ ഒരു ഐഡിയ പറയട്ടെ. 250 അരി എത്ര രൂപ? 250 അരി മേടിച്ച് നമുക്ക് വൈകിട്ട് സ്നാക്കിന് വേണമെങ്കിൽ ആ അരി വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാം. മറ്റേ അത് വറുത്തിട്ട് മാപ്പൊടി ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായ? രാത്രിയിലത്തേക്ക് അല്ല, വൈകിട്ടത്തെ സ്നാക്കിനോ ആണെങ്കിൽ ഡിന്നർ. അത് അരി പൊടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അരി പൊടിച്ചിട്ട് അത് തിന്നാ എനിക്ക് തേയിലവെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ചായ കുടിക്കണം. നിങ്ങൾ കളിക്കണ്ട. അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനാ. അവർക്ക് 4 നേരം സുഖം പറ്റൂല. ഈ മാപ്പൊടി കുടിച്ചാൽ തൊണ്ടയിരിക്കും. എത്ര രൂപ റേറ്റ്? ഇതിന്റെ വിലയൊന്നും അറിയത്തില്ല. വിലയൊക്കെ നമുക്ക് നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം ലാസ്റ്റ്. ഈ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പലവ്യഞ്ജനമായിട്ട് പണ്ട് അങ്ങനെ കൊടുക്കും. പണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടാ. അങ്ങനെയൊക്കെ ഒരു കിറ്റ് ആയിട്ടുണ്ടായിരുന്നു, കടയിലൊക്കെ തരുമായിരുന്നു. ഇപ്പൊ ആ പരിപാടി ഇല്ല തോന്നുന്നു. പണ്ട് ഞങ്ങൾ അങ്ങനെയാ മേടിക്കുന്നത്. അതിന്റെ അകത്ത് ഉള്ളി കാണും, മുളക് കാണും, മല്ലി കാണും. പലാഞ്ഞണം എന്ന് പറയുമ്പോ എന്നാ അത് നമുക്ക് ചോദിച്ചു നോക്കാം. ആ ഒരു സംഭവം കിട്ടുവാണെങ്കിൽ ലക്കാണ്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും കാണും. ആ അരി ഉണ്ടെങ്കിൽ ആ സാധനം പലവ്യഞ്ജനം കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനെല്ലാം കൂടെ മൂപ്പിച്ചിട്ട് അരച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഉണ്ട്, ഒരു 50 വെളിച്ചെണ്ണ. അതൊന്നും പറ്റത്തില്ല. ആ 50 രൂപ ഉള്ളപ്പാ. അതിന് വെളിച്ചെണ്ണ ഒഴിക്കാതെ തിന്നാൻ പറ്റത്തില്ല. എരിയാ. അത് വെളിച്ചെണ്ണ ഇല്ലാതെ എങ്ങനെയും ഉണ്ടെച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഉണ്ടാക്കിയാൽ പറ്റത്തില്ല. പറ്റും. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഇച്ചിരി നാരങ്ങ നീരെങ്കിലും ഒഴിക്കണോ? മതി. ഇല്ല. ഇവിടെ ഉണ്ടെങ്കിൽ നാരങ്ങ ഉണ്ട്. ഇവിടെ കൃഷി ചെയ്തിടണമായിരുന്നു. അതില്ല, ക്യാൻസൽ. അരി മാത്രമേ മേടിക്കുന്നുള്ളൂ ഉച്ചക്ക്. ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിൽ ഒരു 5-ന്റെ ബിസ്ക്കറ്റ് വല്ലതും മേടിക്കാം. 5 രൂപയുടെ ബിസ്ക്കറ്റ് ഉണ്ട്, അത് പറഞ്ഞാൽ മേടിച്ചതാ. ഈ ബിസ്ക്കറ്റ് അതാ ഞാൻ പറഞ്ഞത്, ബിസ്ക്കറ്റേ ഉള്ളു. പിന്നെ 50 രൂപ ഉണ്ട്. അവർക്ക് സ്റ്റാർബക്സിലെ മെനുവും വേണം. അത് വൈകിട്ട് കോൾഡ് കോഫി, ചായ, കട്ട. ഞാൻ രാത്രി എന്റെ പ്ലാവി ചക്ക ഇപ്പൊ ഉണ്ട്, പുഴി തിന്നു. ഇപ്പഴെടുത്ത് തിന്നു മടല്. ഞാൻ അത് കണ്ടിട്ട് പുഴുകി. പിന്നെ രാത്രിയിലത്തേക്കുള്ള സംഭവം ഈ വെക്കുന്നത് ചിലപ്പോ ചോറ് ബാക്കി കാണുമോ?
ഈ വെക്കുന്നതിൽ ചിലപ്പോൾ ചോറ് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് രാത്രിയിലത്തേക്ക് എടുക്കാം. ഇവിടുത്തെ പോയിന്റ്. പിന്നെ നമുക്ക് കറി എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് എല്ലാം പറിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. 50 ചെറുപയർ മേടിച്ച അല്ലെങ്കിൽ തോരൻ പരിപ്പ് മേടിച്ചിട്ട് നമുക്ക് വട ഉണ്ടാക്കാൻ കറി പോലെ ആക്കാം. തോരൻ പരിപ്പ് കറിയല്ലേ? അപ്പൊ ഈ പലാഞ്ഞനം കറിക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഈ പലാഞ്ഞനം മേടിക്കുമ്പോ അതിന്റെ അകത്തുനിന്ന് കാണൂല്ലേ, എല്ലാം നമ്മൾ എടുക്കത്തില്ലല്ലോ, അതിന്റെ അകത്തുനിന്ന് അരച്ചമ്പക്ക് അത് ഒഴിക്കാം. പലവ്യഞ്ജനം കിട്ടുമെന്ന് നോക്കാം. ഇന്നാണെങ്കിൽ തോരൻ പരിപ്പ് മേടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മേടിക്കേണ്ട സാധനം ഇതൊക്കെയാണ്. ഗോതമ്പില്ലെങ്കിൽ മാഗി. ഉച്ചയ്ക്ക് ഒരു 150 ഗ്രാം അരി മേടിക്കണം. പിന്നെ അത് എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല, അത് നമുക്ക് അവിടെ പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഈവനിങ് ഒരു ബിസ്ക്കറ്റ്, ഒരു 5 രൂപയുടെ ബിസ്ക്കറ്റ് വല്ലതും മേടിക്കാൻ നോക്കാം. പിന്നെ രാത്രി ഈ ഉച്ചയ്ക്ക് വെച്ച അരി കുറച്ച് ബാക്കി കാണും. പിന്നെ നമുക്ക് കറി ഇവിടുന്ന് വല്ലതും പറിച്ചിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കാം. എൻ്റെ ഗാന്ധിജി കാത്തോണേ. 50 രൂപ സൂക്ഷിച്ചേക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് പോയിട്ട് സാധനങ്ങൾ മേടിക്കാം. ഫസ്റ്റ് നമ്മ കുറച്ച് സാധനം വേണം. പറഞ്ഞെടുക്ക്. 50 രൂപ ഉണ്ട്. 50 രൂപയ്ക്ക് ഇന്ന് ഞങ്ങൾക്ക് 3 നേരം കഴിക്കുള്ളത് തരണം. ഞാൻ പറഞ്ഞില്ല ഇപ്പൊ തൂക്കില്ല. മൈദ തൂക്കണ്ട. ഇവിടെ അരിപ്പൊടി തൂക്കില്ലേ? തൂക്കുന്നെങ്കിലേ നമുക്ക് 250 100 മേടിക്കാൻ പറ്റും. അത് ക്യാൻസൽ. ഈ പലവ്യഞ്ജനായിട്ട് കിട്ടൂലേ? അതിപ്പില്ല. അന്നത് തരണം. ഇപ്പൊ ഈ പരളിപ്പൊന്നും അങ്ങനെ ചാക്കി കൊടുക്കുന്നില്ലല്ലേ, എല്ലാം കവറാ. തൂക്കി കൊടുക്കുന്ന ഒരു ഐറ്റം ഇല്ല ഇപ്പൊ. മാഗി എടുക്കും. ഇത് മാഗി അല്ല കേട്ടോ, ഇത് 1 to 3 നൂഡിൽസ്. മറ്റേ മാഗി എത്ര രൂപ? 15 അല്ലേ? അത് വില കൂടുതലാണ്. വെളിച്ചെണ്ണ അങ്ങനത്തെ സംഭവം അമ്മ ചെറിയ കുപ്പി എടുത്തോണ്ടാണ്. ഈ മുളക് ഉടച്ച് ചോറിനാണെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ഇല്ലാതെ എണ്ണ ഇല്ലാതെ പറ്റും. എണ്ണ വേണ്ട, എണ്ണയൊക്കെ അധിക ചെലവാ. അത് വേണ്ട. എത്ര രൂപയ്ക്ക് എണ്ണ മേടിക്കാൻ? ഞാൻ പോണേ. ഇപ്പൊ 13 10 23 രൂപ. എന്നാ 10 രൂപയ്ക്ക് വിളിച്ചെണ്ണ. ഇതിന്റെ ആദ്യം 10 രൂപയ്ക്ക് വിളിച്ചെണ്ണ. ഓക്കെ സെറ്റ്. 10 രൂപയ്ക്ക് വിളിച്ചെണ്ണ കിട്ടിയോ? 23 10 33 രൂപയായി. ഓക്കെ, നമ്മള് 10 രൂപയ്ക്ക് വെളിച്ചെണ്ണയും ഒപ്പിച്ചിട്ടുണ്ട്. സിറ്റിയിലൊക്കെ ചെല്ലുവാണെങ്കിൽ അവർ ഓടിക്കും. നമ്മളെ ഈ നാട്ടിലൊക്കെ കിട്ടും കേട്ടോ. അതെ. ഇനിയിപ്പം ഇപ്പൊ എത്രയായി? അരി 250 അരിയും കൂടെ. ഉപ്പ് വേണ്ടേ? 5 രൂപ. ഒരു കാര്യം ചെയ്യാം, ഉപ്പങ്ങ് മേടിച്ചാലോ? ഒരു ഉപ്പും കൂടെ താ. ഓക്കെ, സാധനം എല്ലാം മേടിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ട് കറക്റ്റ് ഇത് എത്ര രൂപയായിന്ന് കറക്റ്റ് ഞാൻ കണക്ക് കാണിച്ചു തരാം കേട്ടോ. 50 രൂപ. ഓക്കെ ശരി അച്ഛാ, 50 രൂപ ചലഞ്ചാ. സാധനം മേടിച്ച നമ്മള് കാണിച്ചു. അച്ഛാ, നമുക്ക് 50 രൂപയാണെങ്കിൽ 20 രൂപയില് നമുക്ക് ജീവിക്കാൻ പറ്റും. ഞാൻ മേടിച്ച ആലോചന സംഭവം എന്ന് വെച്ചാലേ, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇച്ചിരി ഉപ്പും കൂടെ കിട്ടുക, അതൊരു കറി പോലെ ആക്കാൻ പറ്റും. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് മേടിച്ചത്. ഇത് ഉപ്പ്. പക്ഷെ ഇത്ര ഉപ്പിന്റെ ആവശ്യമില്ല നമുക്ക്. പണ്ടത്തെ കണക്ക് പലവ്യഞ്ജനം ചോദിച്ചാൽ അതൊന്നും ഇല്ല ഇപ്പൊ. കണക്ക് അച്ഛൻ കണക്ക് കൂട്ടിക്കോ, കറക്റ്റ് കണക്കാ. നോക്കിക്കോ, 10 രൂപ ഉപ്പ്, 10 രൂപയുടെ മാഗി അല്ല, ഇത് ഡൂഗ്ലിയാ. 10 രൂപ. മറ്റേത് 15 രൂപ. 20 രൂപ. 10 രൂപ വെളിച്ചെണ്ണ. 10 രൂപ. അതൊക്കെ തന്നെ നമുക്ക്. രാജേന്ദ്രൻ നമ്മളെ സ്വന്തം ആളാ. നമ്മളെ കടയിൽ നിന്ന് കിട്ടും. രാജേന്ദ്രൻ ഉള്ളിടത്തോളം നമ്മൾ 25 രൂപ കിട്ടും. ഓക്കെ, 10 രൂപ പലവ്യഞ്ജനായിട്ട് കൊടുക്കുന്ന 250 അരി 13 രൂപ. 43. 7 രൂപ. രാത്രി കഴിക്കാൻ ചെറുപയർ പുഴുങ്ങിയത് സെറ്റല്ലേ? 50 രൂപ. വേറെ ആർക്കും ഇല്ല തരാം. അല്ല, അച്ഛന് തരാനും ഇല്ല. അടിപൊളി, സൂപ്പർ. പക്ഷെ ഈ ചോറിൽ ബാക്കി കാണും. ഇത്ര ഈ അരിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് തുടങ്ങാമോ? ഇപ്പൊ മാഗി ഉണ്ടാക്കുക. മുളക്കിഴങ്ങ് അല്ലേ? അച്ഛൻ ഒന്ന് തോണ്ടി തരാമോ? ഓക്കെ സുഹൃത്തുക്കളെ, നമ്മള് കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കേട്ടോ. എന്തിനാ വെച്ചേക്കുന്നത്? അത് കൊതുമ്പാ. ഇതെല്ലാം വെക്കാം നമുക്ക്. മാഗി ഉണ്ട്. ഹേ ഗൈസ്, അപ്പം നമ്മൾ അകത്തൊന്നുമല്ല കുക്ക് ചെയ്യുന്നത്, നമ്മൾ പുറത്ത് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. വേണ്ട കൊതുമ്പും ചൂട്ടും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാഗി ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഇത് മാഗി എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് ചപ്രി നൂഡിൽസാണ്. ഇതൊരു ചാട്ട്പട്ട് മസാല.
10 രൂപ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് പിന്നെ മേടിച്ചതാണ്. അമ്മാ ഇത് മൊത്തം പൊടിഞ്ഞു പോയടേ. ഇത് കമ്പനിയിൽ ഇവർ പൊടിച്ചാണോ തരുന്നത്? അന്ന് നമ്മൾ ചെയ്തത് ഇതുപോലല്ലായിരുന്ന, ഫുള്ള് നമ്മൾ അടുപ്പിലാണ് പാചകം ചെയ്തത്. മാഗിയുടെ അതുപോലെ, പക്ഷെ മൊത്തം പൊടിഞ്ഞു പോയി. അത് തറയിലൊക്കെ വീണാണോ കടകളിൽ കൊണ്ടുവരുന്നത്? അമ്മ കറക്റ്റ് മാഗിയുടെ മസാല ഇവിടെ വേണം, സെയിം അത് തന്നെ. നല്ല വ്യത്യാസമുണ്ട്. സാമ്പാർ പൊടിയാ മാഗി. അയ്യോ ഇത്രയും തികയില്ലല്ലേ നമുക്ക്. പക്ഷെ അന്ന് നമ്മള് മാഗി പറ്റും കേട്ടോ. മാഗി അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് വേറൊരു ഫുഡ് ടാസ്ക് ആണ്, കിട്ടത്തില്ല. പിന്നെ ഈ തേങ്ങ വീണമ്മ, ദൈവമുണ്ട് തേങ്ങ വീണ് നമുക്ക് ചമ്മന്തി അരയ്ക്കാം. ഇനി ഇതിന്റെ ബാക്കേ വേറെ വന്ന് വീഴുമെന്തോ. മണ്ട തേങ്ങ ഇപ്പൊ ഉണ്ട് കേട്ടോ. ഇത് പച്ച തേങ്ങ. വെള്ളമുണ്ട് ഇഷ്ടം പോലെ. പൊട്ടി കേട്ടാ, അത്രയും പൊക്കത്തിന്ന് തേങ്ങ വീണ് പൊട്ടിയടേ. ഓക്കെയാണ്. താങ്ക് യു സോ മച്ച്. അവിടെ തേങ്ങ ഇഷ്ടം പോലെ മഴ വരുന്ന അരിയും കൂടെ നമുക്ക് അങ്ങ് ഇടാം. ഇതിടാം. നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഈ തീ തന്നെ അരിയും കൂടെ അങ്ങ് ഇടാം. റെഡി ആയി ചേട്ടാ. അമ്മ തട്ടിക്കോ. അമ്മ ഇതെടുത്ത് വെക്കാം. നമുക്ക് അരിക്കുള്ള വെള്ളവും കൂടെ വെക്കാം. അല്ല, ഇത് നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേന് വെള്ളം ചൂടാവും. മൺചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. വെള്ളം വെച്ചിട്ടുണ്ട്. അരി വെക്കുന്നതല്ല, ഇതിന് നമ്മൾ എന്ത് കറി ഉണ്ടാക്കും എന്നതാണ് അടുത്ത ടാസ്ക്. നമ്മൾ ഇത്ര അരി എടുക്കുന്നില്ല കേട്ടോ, കുറച്ച് അരി എടുക്കുന്നുള്ളൂ. മതി. ബാക്കി അരി നമുക്ക് മാപ്പടി ഉണ്ടാക്കാം. ഇത് നമുക്കൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. ഒരു അരി പോലും കളയരുത്, ഓരോ അരിയും വിലപ്പെട്ടതാ. അരി ഇടാം. അച്ഛനുള്ള ഇല്ല, സോറി. ഓക്കെ, ചാറ്റ. അരിയും കൂടെ അങ്ങ് ഇടാൻ കേട്ടോ. അമ്പോയ്സക്ക് എന്തിനാ കിൻഡർ ജോയ് കിട്ടോ? ടേസ്റ്റ് കൊള്ളാമോ എന്തോ. മാഗിന്റെ പോലത്തെ ടേസ്റ്റ് തന്നെ, വ്യത്യാസമുണ്ട്. ഒരു ചവയുണ്ട്, എന്തോ ഒരു കുഴപ്പമില്ല. പത്തിരിക്ക് ഇത്രയൊക്കെ കിട്ടും. ഞങ്ങളെ രണ്ടുപേരും വയറ് നിറയുന്ന കാര്യമാണ് പാട്. അല്ലേലും ഞാൻ ഇച്ചിരി ഡയറ്റ് ഇപ്പം. ചോറ് വേണ്ടല്ലോ. ചോറ് വേണം നമുക്ക്. ഒത്തിരി വിശപ്പാവുന്നതിന് മുമ്പേ കഴിക്കാം. ഒത്തിരി വിശന്ന് കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെ തികയാതെ വരുന്ന. ഒരു മുട്ടയും കൂടെ കൊണ്ടായിരുന്നല്ലേ? മുട്ട എടുക്കാൻ പൈസ ഇല്ലായിരുന്നല്ല. കോഴി ഉണ്ടായി ഇവിടെ എവിടെയാലും. താഴെ കോഴിയുണ്ട്. കോഴിക്കുട്ടി പോയി നോക്കിയാലേ? അല്ല, ഓടിയൊന്നും തന്നെ. കോഴിക്കള്ള മുട്ട കള്ളന് പേരും വീഴും. വേണ്ടല്ലേ? ഒരു ദിവസത്തെ കാര്യമില്ല ഇങ്ങനൊക്കെ പോട്ട്. കുഴപ്പമില്ല, എനിക്കൊക്കെയാ സെറ്റാ. അരിയൊക്കെ എന്താ? അരി ഇട്ടിട്ടേ പെരക്കകത്ത് ഇരുന്നാ പറ്റത്തില്ല, വേവത്തില്ല. അരി തീ ഇരിച്ചു കൊടുക്കണം. എന്തെന്ന് തോന്നുന്നു കേട്ടോ. നോക്കിയമ്മ തുറന്നേ. വേവായില്ല. വേവായിട്ടില്ല. ഒരെണ്ണം മതിയമ്മ. അത് മതി, ഒരെണ്ണം മതി. ഇത് കൂടെ പറിക്കട്ടെ. കരിയേപ്പില. ഇതൊന്നും പിന്നെ ചെലവില്ലാത്തോണ്ട് പ്രശ്നമില്ല. അപ്പുറത്താ മുളക് പൊടി മേടിക്കാനായിട്ട് നിവൃത്തിയില്ല, അതുകൊണ്ട് നമുക്ക് ഉണ്ടമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ 50 രൂപ വെച്ച് ഇങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. മുളക് ഇഷ്ടം പോലെ ഉണ്ട്. മുളക് ഇഷ്ടം പോലെ ഉണ്ട്. വേണ്ട, ഇവിടെയൊക്കെ വിളഞ്ഞിപ്പുണ്ട് മുളക്. പറിക്കട്ടാ? വേണ്ടുന്നതിന് കുറച്ചാൽ മതി. നോക്ക്, പറിക്ക്. 50 രൂപ അല്ല 10 രൂപ ആയാലും നമ്മൾ ജീവിക്കും. 10 രൂപയ്ക്ക് ജീവിക്കില്ലല്ലേ? ഓക്കെ, അരി വെന്ത് കാണും. വെന്ത്. ഓക്കെ, നമുക്കിതെല്ലാം ഇനി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതെന്തോ ഇത്ര നീളം? നല്ല നീളമുള്ള അരിഞ്ഞ്. ഞാൻ അരിയണോ? അരിയണോ? അല്ല, ഞാൻ അരിയാം, കുഴപ്പമില്ല. ഇഞ്ഞെടുക്കാം. പൊടിയുപ്പല്ല കേട്ടോ, കല്ലുപ്പാണ്. അപ്പൊ ഇതൊന്ന് അലിഞ്ഞ് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. കുറച്ച് മതിയേ? അയ്യോ, അത്രയും നുടല്ലേ? അത്രയും വേണ്ട. ഓട്ടപ്പരിപാടിയാണ്. തേങ്ങ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ. അതേ പറ്റൂ. പിന്നെ നമ്മുടെ കയ്യിൽ മസാലപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളല്ല, മഞ്ഞപ്പൊടി അങ്ങനെയൊന്നുമില്ല. എരിക്ക് വേണ്ടിയിട്ട് ഈ മുളക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് കറി ഒന്നും ആക്കാൻ പറ്റില്ല. നമുക്കൊരു മിഴുക്ക് വരട്ടി പോലെ ഉണ്ടാക്കാം അല്ലേ മാ? കൊടുവലാണ്. തേങ്ങ ഒതിക്കാം. ഗൈസ്, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് കരോ, ബെൽ ബട്ടൺ കോ അമുക്കുങ്കോ. പൊതിക്കാം.
ഞാൻ പൊതിക്കണോ? അറിയാവോ? പിന്നെ എനിക്കറിയാത്ത എന്തോ പിടിച്ചേ. ഇത് പൊട്ടിയിരിക്കും, അത്ര പൊക്കത്തിൽ നിന്ന് ഒന്ന് വീണോണ്ട് കേട്ടോ. തേങ്ങയൊക്കെ പൊതിക്കാൻ ഒരു വശമുണ്ട്, അത് ഇത് വെച്ച് പൊതിക്കാനാണെങ്കിൽ ഒരു സ്കില്ല് വേണം. ഇരിക്കി കയ്യങ്ങണം വെട്ടി മുറിക്കുമെന്തോ. ഞാൻ ആദ്യം ആ വെള്ളം കണക്കിന് പൊട്ടിച്ചെടുക്കണം. നോ, ഐ വിൽ പൊതിക്കൽ ദിസ് തേങ്ങ. അതിൻ്റെ അത്ര പൊക്കത്തിൽ നിന്ന് വീഴുന്നോണ്ടേ എല്ലാം പൊട്ടിപ്പോവും തേങ്ങ. യെസ് യെസ് യെസ്. അയ്യോ, അത് തേങ്ങ പൊട്ടിപ്പോയമ്മാ. സത്യമായിട്ട് പൊട്ടിയിരുന്ന വെള്ളം പോയല്ലേ. ഓക്കെ, തേങ്ങ പൊട്ടിച്ചെടുത്ത് കേട്ടാ. എടുത്ത് ഞാൻ പൊതിച്ചില്ല, അത് പൊട്ടിയിരുന്നത്. അത് അത്രയും പൊക്കത്തിൽ നിന്ന് വീഴും, പൊട്ടും. അത് അതിന് കണക്കിന് പൊതിച്ചെടുത്താൽ മതിയായിരുന്നു. നീ ആ പൊട്ടിയിരുന്നത് വെച്ച് പിടിച്ചങ്ങ്. ഇനി ഇത് നമുക്ക് തിരിവെടുക്കാം. എണീക്ക്. തേങ്ങയ്ക്കൊരു ഷേപ്പ് ഇല്ല, ഇത് വല്ല ഇങ്ങനെയൊക്കെ പൊട്ടിയത്. ചോറിനോട് ഉപ്പിടാം. പക്ഷെ അന്ന് 100 രൂപയ്ക്ക് കുറച്ചുകൂടെ ലക്ഷറി ആയിരുന്നു. 100 രൂപയ്ക്ക് നല്ലേ നമ്മൾ ചീനിയൊക്കെ പുഴുങ്ങി തിന്നായിരുന്നു. ശരിയാ. ഓഹോ, ചോറ് പോയാ നോക്കിക്കോ, ഞാൻ എന്ത് സഹിക്കും കേട്ടല്ല. ചോറ് പോയാ ഓഹോ മംഗലോ. നമുക്ക് വഴുതനങ്ങ വയറ്റിയെടുക്കാം. ഇത് കറിയാക്കാൻ പറ്റുമോ? എങ്ങനെയല്ലേ, ബോറായിരിക്കും. ചോറ് സെറ്റായി കേട്ടോ. ചോറ് ഇത്രയേ ഉള്ളു, ഇത്രയും ചോറേ ഉള്ളു. നമുക്കത് മതി, കുഴപ്പമില്ല. എത്ര രൂപ? 10 രൂപയുടെ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയൊക്കെ സൂക്ഷിച്ച് ഒഴിക്കും കേട്ടോ, കുറച്ചേ ഉള്ളൂ. മതി. അത് മതി. അത് എനിക്ക് ചിലപ്പോ ചക്ക വറുക്കാൻ തോന്നും. ഇല്ല പറ്റൂല. ചക്ക ഇവിടെ ചക്കവറ്റിൽ ഉണ്ടാക്കായിരുന്നു. എണ്ണ തകയൂലേ. കടുവൊന്നുമില്ല. കടുവ് കൊണ്ട് വേണ്ട കുറച്ച് കടുവ് കേട്ടോ, നമുക്ക് തട്ട. ഒന്നുമില്ല അതിനകത്ത്. തേങ്ങ കൊണ്ടിട്ടങ്ങ് ഇളക്കാമാ. ഇതിന് വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ല. ടേസ്റ്റ് വരും. ഇപ്പൊ കണ്ടോ, തേങ്ങ കൂടെ ഇടാം. വേറൊരു സാധനം നമ്മുടെ ഇല്ല. അച്ചാറും കൂടെ മേടിക്കാൻ പൈസ. അച്ചാറിന് 5 രൂപ. 1 രൂപയുടെ ഒന്നും അച്ചാറില്ല. പണ്ടൊക്കെ നിങ്ങൾ പഠിക്കുമ്പോ 1 രൂപയ്ക്ക് അച്ചാറുണ്ടായിരുന്നു. ഒരു ദിവസം കഞ്ഞി കുടിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അച്ചാർ മേടിക്കാൻ പൈസ തരാമെങ്കിൽ അതിന് തിന്നാൻ വേണ്ടിട്ട് കഞ്ഞി കുടിക്കാൻ 2 രൂപയ്ക്ക് 1 രൂപയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, മഴ പെയ്യുന്നു. മഴ പെയ്യുന്നമ്മ. നമ്മളെ ചോറ് എടുത്തിട്ട് വാ, അല്ലെങ്കിൽ ഇന്ന് കഞ്ഞിയാവും. ഓക്കെ, സെറ്റ്. വിശക്കുന്ന കേട്ടാ. സമയം എത്ര മണിയായമ്മ? 2 മണിയോ 3 മണിയോ എന്തോ ആയി. 3 മണി എന്തോ ആയി. ഇത്രേ ഉള്ളു ചോറ്. മതി. അത്ര മതി. അമ്മയ്ക്കൂടെ ഉണ്ടാ? കുറച്ച് തോരൻ. എനിക്കൊന്നും ഇഷ്ടമല്ല തീത്തി. അച്ഛനോട് ഉള്ളതുണ്ട് ഇച്ചിരി അല്ലേ? ഇച്ചിരി ഉണ്ട്. ഹാപ്പിക്കുള്ളതേ ഉള്ളു. അതെല്ലാം എടുത്തോ, ബാക്കി കളയണ്ട. ആരെങ്കിലും വന്നാ കൊടുക്കാം. ഇതാരെങ്കിലും വരുവാണെങ്കിൽ കൊടുക്കാം. അതേ ഉള്ളു. വഴുതനങ്ങ മെഴുക്ക് അങ്ങോട്ട് ചോറും കൂടെ വെച്ചിട്ട് ഒരു മുളക് കൂടെ വെച്ചങ്ങോട്ട്. കൊള്ളാമല്ലോ. നമ്മൾ ഉച്ചക്ക് ചോറ് കഴിക്കുന്നില്ലേ അല്ലേ? 50 രൂപയില് അടിപൊളി. സത്യമായിട്ടും നല്ല രസമുണ്ട്. എന്താ മക്കൾക്ക് തരാ. ചോറ് വേണോ? കാപ്പിക്കാണോ? നമുക്ക് കാപ്പി കൊടുക്കാം. ഉരുട്ടി കൊടുക്കും. ബാബന്നാ ഇതാണ്ടേ. അവന് വേണ്ടമ്മ. സുഹൃത്തുക്കളെ, നമ്മൾ ഇനി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുക. മേപ്പടി ഉണ്ടാക്കണേ. മേപ്പടി ഒന്നുമില്ല, തേയിലുള്ള ഒന്നുമില്ല, ചൂടുവെള്ളം. തുളസി വെള്ളം തിളപ്പിക്കാം. തുളസി വെള്ളവും മാപ്പൊടിയും വെറൈറ്റി കോമ്പിനേഷൻ. എനിക്ക് വെള്ളം വേണ്ട. വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. എനിക്ക് മാപ്പൊടി. ചായക്ക് പകരം തുളസി വെള്ളം. വെള്ളം, മുളവെള്ളം. ആ മുളയിൽ വെള്ളം ഉണ്ട് കേട്ടോ. ഇത്ര അരി ബാക്കിയുണ്ട്. ഇത് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് പൊരിയുമ്പോ തോനെയാവും. ഇടുക. ഇട്ടോ
പണ്ട് നിങ്ങൾക്ക് വൈകുന്നേരം ഒന്നും ഇല്ലെങ്കിൽ ഇതുണക്കെ ഉണ്ടാക്കി തരുമായിരുന്നേ. അരി പൊടിച്ച് അരി പൊടിച്ച് തേങ്ങയും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാപ്പൊടി. ഇതിങ്ങനെ ഇളക്കി പൊരിച്ച് എടുക്കണം. നമ്മൾ പാക്കറ്റ് ഫുഡായിട്ട് മാഗി മാത്രമേ മേടിച്ചോളൂ കേട്ടോ, വേറെ നമ്മൾ മേടിച്ചില്ല. എല്ലാം വേറൊന്നും ഇല്ല. ആ പൈസക്ക് മേടിക്കേ 5-6 നോക്കി ബിസ്ക്കറ്റ് മേടിക്കാം. നമ്മൾ എന്നിട്ട് എല്ലാം ചെയ്യുന്നില്ലേ? രാവിലത്തെ മുടങ്ങിയാ, ഉച്ചക്കലത്തെ മുടങ്ങിയാ, ഇനിയുണ്ട് പയറ് പുഴുങ്ങണം അത്താഴത്തിന്. എന്തിനാണ് കുഴപ്പം? നിങ്ങൾക്ക് പ്രോട്ടീൻ ഇല്ലേ? ഉണ്ടല്ലോ, മതി. ഓക്കെ ഗൈസ്, ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ പലഹാരം റെഡി ആയി കേട്ടോ. ഇവിടെ പൊടിച്ചെടുത്ത് ഇനി കുറച്ച് തേങ്ങയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. കട്ടൻ വേണ്ടേ അമ്മ? കട്ടൻ ഇല്ല, ചൂടുവെള്ളം എടുത്തോണ്ട് വരാം. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, മാപ്പൊടിയാണ്. പഞ്ചസാര കൂടെ ഉണ്ടാ, സംസാരിക്കരുത് മണ്ട കയറും. പഞ്ചാര കൂടെ ഉണ്ടെങ്കിലേ കൊള്ളാവും. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ കുടിച്ചോ. ഡിന്നറിന് ടൈം ആകുമ്പോഴത്തേന് വരാം. ഇത് ഇതുവരെ തീർന്നില്ലല്ലേ? വെളിയില് തീയൊക്കെ അടുപ്പ് അണഞ്ഞു, എല്ലാം അണഞ്ഞു പോയി കേട്ടാ. ഇടയ്ക്ക് പിന്നെ ഒരു മഴയും കൂടെ പെയ്ത് കുറേച്ച് കഴിക്കുന്നോണ്ടേ ഭയങ്കര വിശപ്പമ്മ. ഇനി ഉച്ചക്ക് വെച്ചത് ഇത്രയും തോരന ബാക്കിയുള്ളത് വേണമെങ്കിൽ കഴിക്കാം. അത്രയും ചോറും ഉണ്ടല്ലേ. പിന്നെ നമ്മൾ മേടിച്ച പയറ്, ഈ പയറിന്റെ വില എത്രയായിരുന്നു? 7 രൂപ. എടാ ആകെ നമ്മളെ ദാരിദ്ര്യത്തിലാ. അത് നീ ഇവിടെ വന്ന് നിനക്കൊണ്ടല്ല തിന്നാൻ. ഹാപ്പി തിന്നില്ലെങ്കിൽ പാഴ് പോകുന്നു. പിച്ചച്ചട്ടി കൈയിട്ട് വരുന്നു. അച്ഛാ ബാച്ചാ തരാം. ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ ചലഞ്ചൊക്കെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അച്ഛാ കംപ്ലീറ്റ് ആയി, നമ്മൾ സർവൈവ് ചെയ്തിരിക്കുകയാണ്. പൊളിച്ച് നമ്മള് വൈകുന്നേരം വേറെ സാധനം ഉണ്ടാക്കി, മാപ്പൊടി ഉണ്ടാക്കി ഞങ്ങള്. ചായ കുടിക്കുമ്പോ 50 രൂപ. ഒരു നേരത്തെ ചായക്ക് 50 രൂപ. ഒരു ചായ 2 കടി പിടിച്ച് 12 രൂപ ഒരു ചായ, ചിലടത്ത് 15 രൂപ. ആ 50 രൂപ നമ്മൾ ഒരു ദിവസം കഴിക്കും. ഞാനും അമ്മേ. അതൊരു ചെറിയൊരു സംഭവമല്ല, ഒരു വലിയൊരു സംഭവമാണ്. ദൈവം നമുക്കൊരു തേങ്ങയും കൂടെ തന്നെ, അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട്. തേങ്ങ കിട്ടിയില്ലായിരുന്നെ മുളകും വഴുതിരിയും മാത്രമേ ഉള്ളായിരുന്നു. അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.